ഷാർജയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കൊല്ലം ചവറ തെക്കുംഭാഗം സ്വദേശി അതുല്യയുടെ മൃതദേഹം ഇന്ന് നാട്ടിലേക്ക് എത്തിച്ചേക്കും. അതുല്യയുടേത് ആത്മഹത്യയെന്നുള്ള ഫോറൻസിക് ഫലം ഇന്നലെ ലഭിച്ചിരുന്നു. അരുൺ പാറാട്ടാണ് ദുബായിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. അരുൺ, എപ്പോഴാകും ഈ മൃതദേഹം ഇങ്ങോട്ടേക്ക് എത്തിക്കുക? കൂടുതൽ വിവരങ്ങൾ എന്താണ് അവിടെ നിന്ന് വരുന്നത്? ആത്മഹത്യയാണ് എന്നുള്ള സ്ഥിരീകരണം എത്തിയിരുന്നല്ലോ ഇന്നലെ. ഇന്നലെ ഉച്ചയോടെയാണ് അതുല്യയുടെ സഹോദരി അഖിലയ്ക്ക് ഈ ഒരു ഫോറൻസിക് റിപ്പോർട്ട് ലഭിച്ചത്. മരണം ആത്മഹത്യയാണെന്നാണ് ഈ ഒരു റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. ഇനിയിപ്പോൾ എംബാമിംഗ് ഉൾപ്പെടെയുള്ള നടപടികളെല്ലാം തന്നെ പൂർത്തിയാക്കേണ്ടത്. ഇത് ഉച്ചയോടുകൂടി പൂർത്തിയാക്കാനാകുമെന്നാണ് കരുതുന്നത്. ഉച്ചയോടുകൂടി എംബാമിംഗ് നടപടിക്രമങ്ങൾ, അതോടൊപ്പം തന്നെ കോടതിയിൽ നിന്ന് NOCയും പിന്നെ പാസ്പോർട്ട് ക്യാൻസൽ ചെയ്യുന്നതുകൊണ്ട് ഈ നടപടിക്രമങ്ങളെല്ലാം ഒരു വൈകുന്നേരത്തോടു കൂടി തന്നെ പൂർത്തിയാവുകയാണെങ്കിൽ ഇന്ന് രാത്രിയോടുകൂടി തന്നെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാനാകുമെന്നാണ് പ്രതീക്ഷ എന്നാണ് കുടുംബം അറിയിക്കുന്നത്. ഷാർജ ഇന്ത്യൻ അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു നടപടിക്രമങ്ങളെല്ലാം തന്നെ ഏകോപിപ്പിക്കുന്നത്. അതേസമയം തന്നെ ഈ മരണത്തിൽ സംശയമുണ്ട് എന്നതടക്കമുള്ള പരാതിയും ഒരു ഭാഗത്ത് നൽകിയിരുന്നു. ഇതിനുള്ള നിയമ നടപടികൾ ഏത് രീതിയിൽ പോകുമെന്നത് വരും ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഇന്ന് രാത്രിയോടുകൂടി മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടിക്രമങ്ങളാണ് ഇവിടെ പുരോഗമിക്കുന്നത്. ശരി, അതുല്യയുടെ മൃതദേഹം ഇന്ന് നാട്ടിലേക്ക് എത്തിച്ചേക്കും. അവിടെ നടപടിക്രമങ്ങൾ പൂർത്തിയായി വരുന്നു എന്നാണ് അരുൺ പാറാട്ട് ദുബായിൽ നിന്ന് അറിയിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.